to another episode of Comedy Masters. Yay! അങ്ങനെ കോമഡി മാസ്റ്റേഴ്സിന്റെ എപ്പിസോഡ് അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ എല്ലാവരും സ്റ്റേജിൽ കാണുകയാണ് നമ്മുടെ പ്രേക്ഷകർ. അപ്പൊ തന്നെ മനസ്സിലാക്കാം പണി വരുന്നുണ്ട്. അല്ല, അതിന്റെ ഉള്ളിലല്ല പണി. ഒരു ടേബിൾ ഉണ്ട്, കുറച്ച് കപ്പുകളുണ്ട്, ഒരു പാർട്ടി വൈബൊക്കെയാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഗെയിം കളിക്കാൻ രണ്ടുപേരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ആരൊക്കെയാണ് ആ രണ്ടുപേർ? ഓക്കെ, അപ്പൊ അതായത് പക്രുജയൻ ക്യാപ്റ്റനായി നിൽക്കുന്ന ഈ ടീമിനെ പാവം എനിക്ക് വേണ്ടി എന്നെ ഒരു കാര്യം വിജയിപ്പിക്കുന്നവർക്ക് ട്രോഫി ആയിട്ട് കൊടുത്തേരും. അല്ല, എന്നാലും ഇത്ര വെല്ലുവിളിച്ച് വന്ന് നിന്ന സ്ഥിതിക്ക് പക്രുജന്റെ ടീമിൽ നിന്നും നാദിക എന്നെ എടുത്ത് ഇങ്ങോട്ട് പൊക്കി നിർത്തും. ഞാൻ പറയട്ടെ, എന്റെ ടീമിനെ എന്റെ ടീമിൽ നിന്നും ഞാൻ ഇറക്കുന്നു സുമുഖനായ സുശീലനായ നമ്മുടെ സ്വന്തം ബെബിൻ ജോർജ്. ഏറ്റുമുട്ടാൻ റെഡിയാണോ ഗൈസ്? എങ്കിൽ വരൂ. ആവേശമില്ലല്ലോ. ഇവിടെ തോറ്റ് തുന്നമ്പാടി ഉണ്ട് ഇതിനു മുമ്പ്. ചരിത്രം എനിക്കറിയാം. വീണ്ടും അതിന് ചരിത്രം. അതുകൊണ്ട് എനിക്ക് ഇനിയും തോക്കണേന് ഒരു ഉളുപ്പില്ല. അത് പറയാം. ഇല്ല, ഇവിടെ നിങ്ങൾ ജയിക്കും ബെബിൻ ചേട്ടാ. കം ഓൺ, യു ആർ ഡൂയിങ് ദിസ് ഗ്രേറ്റ്. ഓക്കേ, ആർ യു റെഡി? അല്ല, ഗ്ലാസിനകത്ത് വെള്ളം പിടിക്കാൻ പറയരുത്. അല്ല, ഇനി ഗെയിം എന്നാന്നറിയാവോ? ഈ ബലൂൺ ഇങ്ങനെ നിങ്ങൾ കയ്യിൽ ഇങ്ങനെ എടുക്കുക. ഓക്കെ, എന്നിട്ട് മെല്ലെ. ഓക്കെ, എങ്ങനെയാണ്? മെല്ലെ ഒന്ന് ഇങ്ങനെ ഇതിങ്ങനെ തട്ടുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. വീണ്ടും ഇങ്ങനെ ഇങ്ങനെ വെക്കുക. അതിന്റെ ഇടയ്ക്ക് ഗ്ലാസ് അറേഞ്ച് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട് നാദിക, ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് 4 ഗ്ലാസ്, പിന്നെ 3. അതിന്റെ മേളിൽ അങ്ങനെ 2. ഇല്ല, അങ്ങനെ കള്ളക്കളി ഒന്നും നമ്മൾ ചെയ്യത്തില്ല. അങ്ങനെ നമ്മൾ ഡൗട്ട് അടിക്കാം. അപ്പൊ ആദ്യത്തെ തട്ടിൽ മാക്സിമം അറേഞ്ച് ചെയ്ത് 4, പിന്നെ അതിന്റെ മേളിൽ 3, അതിന്റെ മേളിൽ 2, പിന്നെ 1. അതെങ്ങനെ നമ്മൾ ജയിക്കും? പ്രിയപ്പെട്ടവരെ, തട്ടൽ ആൻഡ് ഗ്ലാസ് നിരത്തൽ ഗെയിം തുടങ്ങാം. ഓക്കെ, ആൻഡ് തട്ടൽ ആൻഡ് മുട്ടൽ നമ്മളിപ്പോ ആരംഭിക്കാൻ പോവുകയാണ്. ഞാനും എന്റെ പയ്യനും കൂടെയാണ് മത്സരിക്കുന്നത്. ഓക്കെ, ഞാനും എന്റെ പയ്യനും കൂടിയാണ് ഇവിടെ നിന്ന് മത്സരിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ബലൂൺ താഴെ പോകാതെ ശ്രദ്ധിക്കണം. ഒരു തവണ തട്ടിക്കഴിഞ്ഞാൽ ഗ്ലാസ് വന്ന് അറേഞ്ച് ചെയ്ത് അപ്പൊ തന്നെ തട്ടിക്കൊണ്ടിരിക്കുക. എങ്ങാനും താഴെ പോവാണെങ്കിൽ ഫ്രം ദി ഫസ്റ്റ് വീണ്ടും തുടങ്ങേണ്ടി വരും. ഓക്കെ, റെഡി? അടിപൊളി. അതോ നാദിക ഒരെണ്ണം ഇറക്കിയിരിക്കുകയാണ്, ബിബിൻ ചേട്ടനും ഒരെണ്ണം ഇറക്കിയിരിക്കുകയാണ്. അടിപൊളി. ഹലോ ബലൂൺ മാറിപ്പോയി. തട്ടിക്കോ, ഇതല്ല, നിങ്ങൾ ഇങ്ങനെയല്ല കളിക്കണ്ടേ. നിങ്ങളുടെ ബലൂണാണ് തട്ടണ്ടേ. ഗ്ലാസ് കൈ പിടിക്കാൻ പാടില്ല. അത് പറ്റില്ല. അടിക്കോ, ഞാൻ തട്ടാത്ത അടിക്കോ. നോക്കണ്ട. അയ്യോ, അടിക്കണം. 4 വെച്ചിട്ട് അതിന്റെ മേലെ 3 വെക്ക്. അടിക്കിട്ടുണ്ട്. ഇല്ല, ഞാനാണ് 6 ഇറക്കിയിട്ടുണ്ട് ഞാൻ. ഹലോ, കഷ്ടപ്പെട്ട് കെട്ടിയ കൊട്ടാരം ചീട്ട് കൊട്ടാരം പോലെ തട്ടി തെറിച്ചു പോണ ഇവിടെ അഴിമതി. കള്ളക്കളി. ഞാനില്ല, ഒരു മിനിറ്റ്. ഞാൻ മര്യാദ കടക്കി തട്ടി തെറിപ്പിച്ചു. കണ്ണിറുക്കി കാണിച്ചിട്ടാ ചെയ്തത്. ഒരു കാര്യം കൂടെ പറയട്ടെ. പക്ഷെ ഇവിടെ ഈ ഗ്ലാസ് കറക്റ്റ് ആയിട്ട് അടുക്കിയില്ലെങ്കിലും കറക്റ്റ് ആയിട്ട് ഫുള്ള് ഓടി നടന്ന് ഈ സ്റ്റേജ് യൂസ് ചെയ്ത് ബലൂൺ തട്ടിയ നാദികയ്ക്ക് ഒരു നല്ല കാല് യൂസ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഞാനങ്ങ് പോയേനെ. ശരി, ഒരു കാര്യം ചെയ്യാം. ബലൂൺ നമുക്ക് ഒഴിവാക്കാം. എന്നിട്ട് കപ്പ് അടിക്കാൻ മതി വെറുതെ. ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈമിൽ കപ്പുകൾ അടുക്കാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഒരുമിച്ച് വേണ്ട. ആദ്യം നാദിക ചെയ്യട്ടെ. ഓക്കെ നാദിക, അന്നേരം നമുക്ക് എത്ര സെക്കൻഡ്സിൽ തീർത്തു അല്ലെങ്കിൽ എത്ര മിനിറ്റുകൾ തീർത്തു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം 4 എണ്ണം, അതിന്റെ മേളിൽ 3 എണ്ണം, പിന്നെ 2, 1. ഓക്കെ, റെഡിയാണോ? Your time starts now. പെട്ടെന്ന് അതിഗംഭീരമായിട്ടാണ് നാദിക ഇവിടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഏറ്റവും കുറഞ്ഞ സമയം നാദികയുടെ ആയിരിക്കോ അതോ
ബിപിൻ ചേട്ടനാണ് നോക്കാം. അടിപൊളി അടിപൊളി അടിപൊളി. സമയം പറ എത്ര minute? എത്രയാന്നുള്ള ഇപ്പൊ പറയുന്നില്ല. Okay. അടുത്തതായിട്ട് കപ്പുകൾ എടുക്കാൻ പോകുന്നു ബിപിൻ ജോർജ്. Start now. സമയം. Ready? നിക്കേ. ഇത് അഴിമതി വരുന്നുണ്ട് ഒന്നുമില്ല. ലവ് ആദ്യം പറഞ്ഞോ. ഇല്ല ഞാൻ പറയാം ഞാൻ കൗണ്ട് ഡൗൺ പറയാൻ പോവാണ്. Your time starts now. വേഗം 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 4 4 4 4 4 3 3 3 3 3 3 3 വേഗം 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 2 2 2 2 2 2 വേഗം 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 1 1 1 1 സ്റ്റോപ്പ്. അപ്പം ഈ ഒരു വാശിയേറിയ മത്സരം, ആ മത്സരത്തിന്റെ ഒടുവിൽ ഏത് ടീമാണ് ജയിച്ചിരിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 18 സെക്കൻഡ് എന്നുള്ളൊരു ടൈമാണ് എനിക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. അതെനിക്ക് 18 സെക്കൻഡ്. ഓ എണ്ണിയാണ് ചെയ്തിരിക്കുന്നത്. യെസ് 18 സെക്കൻഡ്സ് ആണ് നാദിക്ക എടുത്തിരിക്കുന്നത് ഈ ഒരു പിരമിഡ് ചെയ്യാൻ വേണ്ടി. എന്നാൽ തോൽക്കില്ല എന്ന മനസ്സോടെ ഞാനും, തോക്കുമെന്ന മനസ്സോടെ ബിപിൻ ജോർജും നിന്ന് എത്ര മിനിറ്റുകൾ മണിക്കൂറിലെ മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. ലെറ്റ്സ് സീ എത്രയാണെന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൊഡ്യൂസർ സാർ 12 സെക്കൻഡ്. And it is 12 seconds! 12 seconds! നമ്മൾ ജയിച്ചു! ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പണ്ട് ചായക്കടയിൽ നിന്ന് ഗ്ലാസ് കഴുകിയിട്ട് അടുക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇതൊക്കെ എളുപ്പമാണ്. നമ്മൾ അങ്ങനെയൊന്നുമല്ല, നമുക്കത് അറിയാൻ പാടില്ലെന്നേ. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് ഈ കൗണ്ടർ പറയാൻ വേണ്ടി മാത്രമാണ് ഈ കളി. അതെ, അതിനുവേണ്ടി മാത്രമാണ് എന്നെ ജയിപ്പിച്ചത്. മിസ്റ്റർ ഡയറക്ടർ, അതെ, ഇത് This is wrong. This is wrong. അല്ല, ചായക്കടയിൽ ഗ്ലാസ് കഴുകി പരിചയമുള്ള നിനക്ക് അത് സാധിക്കും, എനിക്ക് പറ്റൂല. എനിക്കും അത് സമ്മതിച്ചു നോക്കിയേ. നിനക്ക് പറ്റില്ല എന്ന് പറയാം. എനിക്ക് പറ്റില്ല. ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ 1-0 എന്നുള്ള സ്കോറാണ്. രണ്ടാമത്തെ ടാസ്കിൽ ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്. കൂടെയുള്ള പക്രുചേട്ടൻ റെഡിയാണോ അല്ലയോ? റെഡിയാണോ അല്ലയോ? ഒന്നുമില്ല, അത് സ്ലോ മോഷൻ ഒന്നിട്ട് കാണിക്കരുത്, അത്ര മാസായിരുന്നില്ല. അതെ അതെ. അടുത്ത ടാസ്ക് ആരംഭിക്കാൻ പോവുകയാണ്. അത് പക്രുചേട്ടനും ഞാനും തമ്മിലാണ്. റെഡി. മത്സരത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഇത്തവണ മത്സരിക്കാൻ എത്തുന്നു എലീന പടിക്കേലാൻ പക്രോ. എവിടെ പക്രുചേട്ടൻ മത്സരിച്ച് തുടങ്ങിയോ? അമ്പോ ഡെഡിക്കേഷൻ. സംഭവം ഇത്രേ ഉള്ളൂ. ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ തന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്യുകയാണ്. ഈ ഒരു ബോള് ഒരു ട്വൈനിൽ കെട്ടിയിട്ടുണ്ട്. നമ്മളിതിങ്ങനെ കടിച്ചു പിടിക്കുന്നു. എന്നിട്ട് ഈ കാണുന്ന ഗ്ലാസുകൾ ഓരോന്നും തട്ടിയിടുക എന്നുള്ളതാണ് ഈ ടാസ്ക്. ബോൾ അട്ടിട്ട് തട്ടിയിടണം. അതെ, ഓക്കെ. നിങ്ങൾ ആവേശം തരണം ഗൈസ്. ഞങ്ങളുടെ ടീമിൽ നിന്ന് ഞങ്ങളുടെ മെസ്സി ഇറങ്ങിയിട്ടുണ്ട്. അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമല്ലേ. ഞാനിവിടെ പണിയെടുത്ത് ചെയ്യാൻ ഞങ്ങളുടെ ടീമിന്റെ കറുത്ത കുതിര ശക്തി. Ready? The black girl. The Wednesday. The Friday. ഈ അറ്റത്തുനിന്ന് റെഡി Ready? ഈ അറ്റത്തുനിന്ന് റെഡി. ഞാൻ മിസ്ലടിയും. റെഡി 1 2 3. Yes, come on അലീന, തകർക്കൂ. ഓരോ ചുവപ്പും തട്ടി തകർത്തുകൊണ്ട് അലീനയുടെ പ്രയാണം. കണ്ടില്ലേ, നിങ്ങൾ ഇത് കാണുക. ഒരെണ്ണം കൊള്ളുന്നുണ്ടാന്ന് നോക്കൂ, ഒരെണ്ണം തട്ടിത്തെറിപ്പിക്കൂ. ഫയൽമാൻ ജയിച്ചേ, ഫയൽമാൻ ജയിച്ചേ, ഫയൽമാൻ ജയിച്ചേ. ഇല്ലില്ല, ഈ ടൈമിംഗ് റിപ്ലൈ വേണോ? റിപ്ലൈ ഒരേ ടൈം. ഇല്ല ഞാനാ ജയിച്ചു. റിപ്ലൈ വെച്ചോ, റിപ്ലൈ അടിച്ചോ. എങ്ങനെ അറിയാം ചേച്ചി? എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞാൻ അവിടെ നോക്കി. അല്ല ഞാനും നോക്കിയായിരുന്നു. നോക്കിയോ? ശരി ശരി, റീപ്ലേ റീപ്ലേ റീപ്ലേ. ഓക്കെ, റിവൈൻഡ് അടിച്ച് നോക്കി. ചെറിയ സമയത്തിന്റെ വ്യത്യാസത്തിൽ പക്കൂർ ചേട്ടൻ നാദിക്കയും ആഗ്രഹമല്ലേ? അങ്ങനെ മത്സരം അവസാനിച്ചപ്പോൾ സ്കോർ പറയുകയാണെങ്കിൽ 1:1 എന്നുള്ള സ്കോറാണ്. ഒരു ജയിച്ചല്ലോ നമ്മൾ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മള് ഒരു കളിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എല്ലാവരും പറയാം. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്, അതായത് ജയവും തോൽവിയും നോക്കണ്ട എന്നുള്ളത്. എന്നാലും തോൽവി എന്നുള്ളത് നമ്മുടെ ഉള്ളിനുള്ളിൽ ഒരു വിഷമം തന്നെയാണ്, അല്ലേ? പിന്നെ മറ്റുള്ളവരെ വിളിക്കുമ്പോൾ അതിൽ കൂടുതൽ വിഷമം നമുക്ക് തോന്നും. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇക്കയുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു തോൽവിയിൽ ഏറ്റവും വേദനിച്ച നിമിഷം ഏതാണ്? ഏറ്റവും ജയിച്ചപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതാണ്? 2 നിമിഷങ്ങൾ പറയും. സന്തോഷിച്ച ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ, അതായത് നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ട, അതായത് ഏതൊരു കലാകാരൻ്റെ അല്ലെങ്കിൽ മിമിക്രിക്കാരനായി പാട്ടുകാരനായി വന്നു എല്ലാവരുടെയും അത്യാവശ്യം ഈ പറയുന്ന എല്ലാം ബേസിക് ലക്ഷ്യം എന്ന് പറയുന്ന സിനിമയാണ്. ഇപ്പം നമ്മൾ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ, അതിൻ്റെ റിലീസ് സമയത്ത് അതുവരെ നമുക്കറിയാൻ പാടില്ല ഈ സിനിമ എന്താവും എന്തൊന്നും അറിയാൻ പാടില്ല. എൻ്റെ ഫസ്റ്റ് റിലീസിങ് കഴിഞ്ഞിട്ട് ആ ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ കിട്ടുന്ന അന്ന് ഞാൻ ഒരു വെള്ളിയാഴ്ചയാണ് ശരിക്കും, വെള്ളിയാഴ്ച റിലീസ്.
വെള്ളിയാഴ്ച ഞാൻ നിങ്ങളെല്ലാവരും നൂൺ ഷോ കാണാൻ പോയ സമയത്ത് ഞാൻ വന്നില്ലായിരുന്നു. ഞാൻ ജുമാക്ക് പോയി, പള്ളിക്ക് പോയി. നിസ്കാരം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എനിക്ക് ഫസ്റ്റ് കോൾ വിളിക്കുന്നത് കെ എസ് പ്രസാദാ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട്. എടാ പടം സൂപ്പർ ഹിറ്റടാ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഒറ്റ കരച്ചിലായിരുന്നു. ഒറ്റ കരച്ചിലായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഫീല് ഞാൻ മാത്രമല്ല അറിഞ്ഞത്, എൻ്റെ വൈഫും അറിഞ്ഞു. അതൊരു നമ്മളുടെ ഒരു ഡ്രീം അത് സക്സസ് ആകാന്ന് പറയുന്നതിൻ്റെ ഒരു ഫീലുണ്ട്. അതാണ് ഒരിത്. വേദനിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത്രയും മിമിക്രിയും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് മാവേലി കൊമ്പത്തിൽ ദാസേട്ടനെ കുറിച്ചിട്ട് ഒരു പാട്ട് എഴുതി. അത് പാരഡി അല്ല, ദാസേട്ടനെ കുറിച്ചിട്ട് നമുക്ക് തോന്നിയ ഒരു വികാരം, സ്നേഹം. അത് എഴുതിയത് അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. അത് ഇതാണ്. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം, മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം, നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്തങ്ങ് ജനിച്ചു, ചെമ്പയുടെ കീഴിൽ പോലും പാട്ട് പഠിച്ചു, സംഗീതത്തിൽ വളരുവാൻ അങ്ങ് ശ്രമിച്ചു. പക്ഷെ പലരും അന്നങ്ങയെ അവഗണിച്ചു. ഗുരുദേവൻ രചിച്ചൊരു ശ്ലോകവുമായി അങ്ങ് ഗായക ജീവിതം തുടങ്ങി വച്ചു. ഗായകരിൽ താരമായങ്ങുദിച്ചുയർന്നു, പ്രഭ ചൊരിയുന്ന പെൺകുട്ടിയെ അങ്ങ് വരിച്ചു. തൂവെള്ള വസ്ത്രങ്ങൾ സ്ഥിരം ധരിച്ചു, ഗായകരിൽ പലരും അതനുകരിച്ചു. ഇന്ന് ലോകമറിയുന്ന ഗായകനായി അങ്ങ് പല പല ഭാഷയിൽ പാടിടുന്നു. ശബരിമലയിലുള്ള സന്നിധാനത്തിൽ എന്നും അങ്ങയുടെ പാട്ട് കേട്ട് നടയടയ്ക്കൂ. ബഹുമതി അനവധി നേടിയെടുത്തു, അങ്ങ് മധുരിക്കും ഗാനങ്ങളാൽ മനം നിറച്ചു. സർവമത ഗാനങ്ങളും പാടി സ്തുതിച്ചു, പിന്നെ സർവമത സ്നേഹത്തിനും അങ്ങ് ശ്രമിച്ചു. താടിയുള്ള നിൻമുഖത്തെ ദിവ്യ തേജസ്സും, ശരീരത്തിനിന്നുമുള്ള നവ്യവോജസ്സും, 1000 ആണ്ടുകൾ പിന്നിടുവാൻ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നിടുന്നു. സത്യൻ മുതൽ പൃഥ്വിരാജ് വരെ അങ്ങ് പാടിയ പാട്ടിന് ചുവടുവച്ചു. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിന് തേന്മഴയായിടും. ഇത് നമ്മുടെ എറണാകുളത്തൊരു പ്രോഗ്രാം, ദാസേട്ടൻ്റെ എന്തൊരു 50ാം വാർഷികം ആഘോഷത്തിന് സ്റ്റേജിൽ ഒരുപാട് പാട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ എറണാകുളം ജില്ലാ കളക്ടർ എൻ്റെ അടുത്ത് പാടാൻ വേണ്ടി, ഈ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു. അന്ന് ഞാൻ കണ്ണൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊക്കെ ക്യാൻസൽ ചെയ്തിട്ട് വന്നിട്ടാണ് ഈ ഷോയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. അവിടെ വന്നപ്പോൾ ഇന്നത്തെ മലയാളത്തിലൊരു പ്രമുഖനായിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ അദ്ദേഹം കയറി നിന്നിട്ട് പറഞ്ഞു, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നമ്മളുടെ ഗാനമേള ട്രൂപ്പിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് സിംഗേഴ്സ് അവിടെ ഇരിപ്പുണ്ട്, റിമി ടോമി തൊട്ട് എല്ലാവരും ഉണ്ട്. ആ സ്റ്റേജിന്റെ ബാക്കിൽ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഇയാള്, അപ്പോൾ കളക്ടർ പറഞ്ഞ് പുള്ളി പാടുന്നുണ്ട്, ഈ കണ്ണി കണ്ട മിമിക്രിക്കാർക്ക് പാടാൻ പറ്റിയ വേദിയല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറക്കി വിട്ട സമയത്ത്, അല്ലെങ്കിൽ ഒരു മിമിക്രിക്കാരൻ പാടാൻ പോയാൽ ഞാൻ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അല്ല ഞാൻ വിളിച്ചിട്ടാണ് അദ്ദേഹം വന്നതെന്ന് പറഞ്ഞപ്പോൾ, അല്ല കണ്ണി കണ്ട മിമിക്രിക്കാർക്ക് പാടാൻ പറ്റില്ല, മിമിക്രിക്കാരൻ പാടേണെങ്കിൽ ഒരു പണി സാറ് കണ്ടക്ട് ചെയ്തോ, ഞാൻ ഇറങ്ങി പോകുന്നു പറഞ്ഞു മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വളരെ വിഷമത്തോടുകൂടി, അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കണ്ണീന്ന് കണ്ണീരല്ല ചോര വന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു, അപ്പോൾ വേദന ഉണ്ടായിരുന്നു. ശരി, അപ്പൊ എന്തേ നമുക്കൊരു കാര്യം ചെയ്യാം. പകർച്ചേട്ടാ, പകർച്ചേട്ടനോടും എനിക്ക് തോന്നുന്നു ഇതുപോലെ ബിബിൻ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഉണ്ടോ? നമുക്ക് നല്ലൊരു പറയാം,
അപ്പൊ നല്ല അനുഭവം മാത്രം പറ. എല്ലാവരും പോയി ഇത് ഇപ്പൊ നടന്നാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം ഇട്ടിട്ട് ഇത്രയും ഗ്ലാസ് പറിക്കുന്നത്. അത് എലീനെ തോപ്പിക്കാന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കണം. ഞാനെങ്ങാനും തോറ്റു പോയിരുന്നെങ്കിൽ ചമ്മി മാറി 2 കളി തോറ്റ് ഞങ്ങൾ നശിച്ചില്ലാണ്ടാകും. ഇത് ഈ 2024 മുഴുവൻ. ഇത് ഒരു സെക്കൻഡ് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. ബേബിന്ന് വിളിക്കേ. ആ ബേബി, എന്ത് കുട്ടി ബേബിക്ക് തോന്നുന്നുണ്ടോ ഞാൻ എങ്ങനെ ചതിക്കുമെന്ന്? നീ ചതിക്കൂല്ലോ, പക്ഷെ നീ ചില സമയത്ത് ചതക്കും. ഇല്ല, ഞാൻ ഈ ടാസ്കിൽ എനിക്ക് പക്രചാരം ജയിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അറിയുന്നത്. കോംപ്രമൈസ് കേട്ടോ, നമ്മൾ അങ്ങനെയുള്ളൂ. ഓക്കെ, ഇത്രയൊക്കെ പറയുന്നത് ബിബിചാനോട് കോംപ്രമൈസ് ആയിരുന്നു. അതെ, അതിനാ കൈവിടണം. ബിബിചേട്ടാ പറഞ്ഞു, ബിബിചേട്ടാ ലൈഫിലെ ഏറ്റവും ജയിച്ച ഒരു മൊമെന്റ്, ബ്യൂട്ടിഫുൾ മൊമെന്റ്. ജയിച്ചൊരു മൊമെന്റ് പറയുമ്പോൾ ഞാൻ എന്റെ നാഷ്കരൊക്കെ ഒന്നായിട്ട് ഫീൽ ചെയ്യെങ്കിലും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ ഹീറോ ആയിട്ടുള്ള ആദ്യത്തെ സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബോംബ് കഥ തന്നെയാണ്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച, അല്ലെങ്കിൽ ഞാൻ കുഞ്ഞുനാൾ മുതൽ പ്രാർത്ഥിച്ച് ദൈവത്തിനോട് മാത്രം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ ഫലമായിരുന്നു ആ സിനിമ. അതുകൊണ്ട് അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും എന്ന് വെച്ചാൽ അമരക് ബ്രദോട് തന്നെയാണ് മുഖ്യം നിൽക്കുന്നത്. എന്നാൽ പോലും പേഴ്സണലി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണല്ലോ, അത് തന്നെയാണ് എന്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ കളികളൊന്നുമല്ല, വലിയ കളികളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കേട്ടു അറിഞ്ഞു. നമുക്കപ്പം ബാക്കി പരിപാടിയിലേക്ക് കടന്നാലോ? ചിരിക്കാൻ റെഡിയാണോ? റെഡി? ഓക്കെ, അപ്പൊ എന്തായാലും കോമഡി മാസ്റ്റേഴ്സിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്കിറ്റ് കാണാം അല്ലേ? ഓർഡർ ഓർഡർ. എന്നാ പിന്നെ തുടങ്ങാം അല്ലേ? ഇന്നും വിറയലും വെപ്രാളും ഒക്കെയാണ്. അതാണ്ടോ ഇപ്പോഴേ ഇടിച്ചു തുടങ്ങി. എന്തിനാണോ എന്നെ പേടിക്കുന്നത്? ഞാൻ ഇവിടുത്തെ ജഡ്ജിയാണ്. നിങ്ങൾ എന്നെ എത്ര നാൾ കൊണ്ട് കാണുന്നതാണ്. കേസ് പഠിച്ചിട്ടാണോ രണ്ടുപേരും വന്നിരിക്കുന്നത്? അതെ സാർ, പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാ നിങ്ങൾക്ക് കൊള്ളാം. എന്തേലും ഈ കോടതിയുടെ സമയം മെനക്കെടുത്തിയ ഉണ്ടല്ലോ, ഞാൻ പിഴ അടിച്ചു. വേണ്ട സാർ, കറക്റ്റ് ആയിട്ട് വാദിച്ചോളാം. ഓർഡർ. കേസ് നമ്പർ 139/2022 ആന്തൂറിയ മോഷണ കേസിലെ പ്രതി രവികുമാർ ഹാജരുണ്ടോ? എന്തിനാണോ വിളിച്ചു പോകുന്നത്? എടോ, അവര് നേരത്തെ വന്നതാണ്, നമ്മളാണ് താമസിച്ച് വന്നത്. ഇനിയെങ്കിലും കൃത്യസമയം പാലിക്കാൻ ശ്രമിക്കേ കേട്ടാ. തുടങ്ങിക്കോ. നീ തുടങ്ങിക്കോ. നീ തുടങ്ങിക്കോ. എനിക്കും ഇപ്പോഴേ കണ്ടുപിടി ആയല്ലോ. എന്താ പ്രശ്നം? അല്ല ഒന്നുമില്ല സാർ, ഞാൻ റെഡിയാണ്. ഓക്കെ സാർ, ഓക്കെ. ഹലോ, എവിടെ പോന്ന്? സത്യം ചെയ്യിക്കാൻ. സത്യം ചെയ്യാനോ? നീ വന്നാട്ടെ. താൻ ആദ്യം ആ പുസ്തകത്തിന്റെ മണ്ടക്കോട്ട് കൈവച്ചിട്ട് നാളെ മുതൽ ഞാൻ കൃത്യസമയത്ത് വരുവാന്നൊന്നും പറഞ്ഞ് സത്യം ചെയ്യാൻ നടക്കുന്നു. ചെല്ലങ്ങോട്ട് സത്യം ചെയ്യേ. തുടങ്ങാം. ആയിക്കോട്ടെ. യുവർ ഓണർ, ഈ കേസിലെ പ്രതി എന്ന് ആരോപിച്ചിട്ടുള്ള എന്റെ കക്ഷിയായിട്ടുള്ള രവികുമാർ ഈ നിൽക്കുന്ന പരാതിക്കാരി പുഷ്പിതയുടെ പറമ്പിൽ നിന്നും ആന്തൂറിയം പുഷ്പങ്ങൾ മോഷ്ടിച്ചു വിറ്റു എന്നുള്ളതാണ് ആരോപിക്കപ്പെട്ടിട്ടുള്ള കേസ്. എന്നാൽ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിനുള്ള നിരവധി തെളിവുകൾ കോടതിക്ക് മുമ്പിലുണ്ട്. എവിടെ? എന്ത് തെളിവാണ് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്? കൊടുത്തില്ല. അവിടെ കൊടുത്തിരുന്നു. അല്ല, കൊടുത്തില്ലേ? എവിടെ കൊടുത്തു? സോറി സാർ, അതെ. ഇവിടെ ആകെ 2 പോക്കറ്റ് അടി കേസിന്റെ പിന്നെ ഒരു മാലമോഷണ കേസിന്റെ ഫയലുകൾ മാത്രമേ ഉള്ളൂ. അതിന്റെ തെളിവുകൾ വേറെ ഏത് തെളിവുകളുള്ളത്? ചായ കുടിക്കാൻ കയറിയപ്പോ ചായക്കട വെച്ച് താരം ഒന്ന് മിസ്സായി. ഞാൻ പോയി എടുത്തിട്ട് വരാം. എവിടെ 2500 രൂപ പിഴ അടയ്ക്കണം. കോടതിയുടെ സമയം കളഞ്ഞേന് കേട്ടാ. കുഞ്ഞു കളിക്കാൻ പോകുന്നതായിരിക്കുവാണോ ഞാനിവിടെ? അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസ് വെറുതെ കെട്ടിച്ചമച്ചിട്ടുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. എന്റെ കക്ഷിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടി വെറുതെ കെട്ടിച്ചമച്ച കേസാണത്. അതുകൊണ്ട് ഈ കേസിലെ പ്രതിയായി എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ള രവികുമാറിനെ ചുമ്മാ വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചുമ്മാ വിടാനോ? അല്ല, വെറുതെ വിടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കോടതി സംസാരിക്കുന്നതിനൊരു ഒരു ഭാഷയുണ്ട്. ആ ഭാഷ വിട്ടുപോയി കഴിഞ്ഞാൽ 2500 രൂപ പിഴ അടച്ചിട്ട് ഇയാൾ പോയാൽ മതി. എന്താണ്? അല്ല, എനിക്ക് ഒരു ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നു സാർ. എന്താ ഒബ്ജക്ഷൻ? എനിക്കൊരു പരാതി അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പറയാൻ? സാർ, എന്റെ പ്രിയ സുഹൃത്തായ അഡ്വക്കേറ്റിന് മതിഭ്രമമാണ് സാർ. മതിഭ്രമം. എന്താന്ന്? മതിഭ്രമമാണ് സാർ. മതിഭ്രമം? അതെ, മതിഭ്രമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരസ്പരം ബന്ധമില്ലാതെ അല്ലെ അറിയാൻ മേലെ മറന്നു പോരാ. അത് അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? അതെ. എന്ത് മതിഭ്രമം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു? 5000 രൂപ പിഴ അടയ്ക്കണം. മതിഭ്രമം 5000 രൂപ പിഴ അടയ്ക്കണം കേട്ടോ. സാർ, ആകെപ്പാടെ 3500 രൂപ കിട്ടുള്ളൂ. പ്ലീസ്, അതൊന്നും എനിക്കറിയാതെ. മര്യാദയ്ക്ക് വായിച്ചാൽ തനിക്ക് ലാഭം ഉണ്ടാക്കാം, അല്ലെങ്കിൽ കോടതിക്കാണ് ലാഭം. അല്ല, സോറി സാർ, എനിക്കൊന്ന് ക്രോസ് ചെയ്യണം. ക്രോസ് ചെയ്യണോ? തനിക്ക് ക്രോസ് ചെയ്യാൻ എനിക്കെന്താ കുഴപ്പം? അതല്ല, പുഷ്പിതയെ ഒന്ന് ക്രോസ് ചെയ്യണം.
പുഷ്പിതേ ഒന്ന് വിസ്തരിക്കണമെന്ന് പറഞ്ഞു. നടക്കട്ടെ. എന്താണ് നിങ്ങളുടെ പേര്? ഇത്ര നേരം പിന്നെ വിളിച്ചു പോയി എന്തായിരുന്നു? അല്ല ഇത് കോടതിയാണ്, പറയണം അങ്ങ് ചോദിക്കും അല്ലേ സാറേ? അങ്ങനെയാണെങ്കിൽ പുഷ്പിത. ആ പുഷ്പിത. സാറിന്റെ പേരെന്ത്? എൻ്റെ പേര് പുഷ്പരാജ്. അയ്യോ, രണ്ടുപേർക്കും പുഷ്പം ഉണ്ടല്ലോ, നമുക്കൊന്ന് പുഷ്പിച്ചാലോ? ഞാൻ നിങ്ങളുടെ എതിർകക്ഷി ഇവിടെ ആളാണ്. ഓർഡർ. മിസ് പുഷ്പിത, ഈഗോ അടിക്കുന്നു. ഞാൻ നിങ്ങളെ ഒന്ന് ക്രോസ് ചെയ്യാൻ പോവുകയാണ്. വിസ്തരിക്കാൻ പോണെന്ന്. അങ്ങനെ മലയാളത്തിൽ പറ. ഈ ക്രോസ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഈ പൂക്കളൊക്കെ ക്രോസ് ചെയ്താ പുതിയ ഇനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വെച്ചാൽ നിങ്ങൾ അങ്ങനെ ഒരു എന്തോ പറയുന്നേന്ന് പറയുന്ന മര്യാദക്ക് പറയണം. മിസ് പുഷ്പിത, പറ. നിങ്ങൾ കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചോ? ഓക്കെ. നിങ്ങളുടെ ഭർത്താവ് ഇപ്പോ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടോ? എന്താ അറിഞ്ഞു വിട്ട്? പറഞ്ഞു വിടാൻ കാരണം എന്താണ്? എന്റെ ആന്തൂരത്തിന്റെ ചോട്ട് മൂത്രം ഒഴിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട. അതുകൊണ്ട് ഞാൻ അയാളെ പറഞ്ഞു വിട്ടു. അല്ല, അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ? കുഞ്ഞുങ്ങളുണ്ട്, ഒരു കൊച്ചുണ്ട്. അതെവിടെയാ? അതിനെ ഞാൻ ബോർഡിങ്ങിലാക്കി. അതെന്തുകൊണ്ട് ബോർഡിങ്ങിലാക്കി? ദൈവമേ, എന്റെ കുഞ്ഞ് ബോർഡിങ്ങിൽ ഇപ്പൊ എന്ത് ചെയ്യുവാണോ? ഓ ദൈവമേ, എന്റെ കുഞ്ഞ്. എത്ര വയസ്സുണ്ട് കൊച്ചിന്? കൊച്ചിന് 2.5 വയസ്സേ ഉള്ളു സാറേ. എന്നിട്ട് പിന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കിയിരുന്നാ? പിന്നെ മെനങ്ങട്ട് ഇറക്കുന്ന ആന്തൂരത്തിന്റെ പൂ പറിച്ചാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ എന്നെ ബോർഡിങ്ങിൽ കൊണ്ടുവിട്ടെ. കോടതി പ്ലീസ് ലിസൺ. വളരെ നിഷ്ഠൂരയും ക്രൂരയുമായ ഒരു സ്ത്രീയാണ് എന്റെ കക്ഷി നിരപരാധിയായ രവികുമാറിനെതിരെ ഇത്തരത്തിലുള്ള ഒരു കേസ് ആരോപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ കക്ഷി നിരപരാധിയാണെന്ന് ഞാൻ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തുകയാണ്. That's all. അയ്യാ, 15,000 രൂപ നീ പഴയ അടച്ചിട്ട് പോയാൽ മതി. കോടതി കിടന്ന് ബഹളം വെക്കുന്നത് നിന്റെ വെള്ളത്തിൽ കാണാതിരിക്കുമല്ലോ ഞാനിവിടെ. കേട്ടോ, സംസാരിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് പറയാ? എന്റെ സുഹൃത്തായ അഡ്വക്കേറ്റ് പറയുന്നത് മുഴുവൻ തെറ്റാണ്. ഇവർ തെളിവ് തന്നിരിക്കുന്ന മുഴുവൻ തെറ്റായ തെളിവുകളാണ്. എന്താണ് കാരണം പറയൂ സാറേ, എനിക്കൊന്ന് ക്ലോസ് ചെയ്യണം. എനിക്കൊന്ന് ക്ലോസ് ചെയ്യണം. ക്രോസ് ചെയ്തോളൂ. അയാളൊന്ന് ക്രോസ് ചെയ്യട്ടെ. ഓക്കെ സാറേ, എനിക്ക് നമ്മുടെ ഈ പ്രതിയെ ഒന്ന് ക്രോസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ക്രോസ് ചെയ്തോളൂ. ഓക്കെ. മിസ്റ്റർ രവികുമാർ, യു പ്രൊസീഡ്. താങ്ക് യു സർ, താങ്ക് യു. മിസ്റ്റർ രവികുമാർ, എന്താണ് താങ്കളുടെ പേര്? അനാവശ്യ ചോദ്യം. 2,500 രൂപ പിഴ. അയാളുടെ പേര് വിളിച്ചിട്ട് അയാളുടെ പേര് ചോദിച്ചു. രവികുമാറിന്റെ പേര്. 2,500 രൂപ പിഴ. മിസ്റ്റർ രവികുമാർ, എന്താണ് താങ്കളുടെ ജോലി? ഞാനൊരു പൂക്കച്ചവടക്കാരനാണ്. പൂക്കച്ചവടക്കാരനാണ്. നോട്ട് ദ പോയിന്റ് സാർ. അല്ല, പൂക്കച്ചവടക്കാരനാണ്. പൂക്കച്ചവട എന്താ? പൂക്കച്ചവട അല്ല സാർ, പൂക്കച്ചവടക്കാരനാണ് നമ്മുടെ പ്രതി ശ്രീ രവികുമാർ. രവി പൂക്കച്ചവടക്കാരനാണ്. സാർ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആന്തൂര്യമാണ്, അതൊരു പൂവാണ്. അത് നോട്ട് ചെയ്യണം സാർ. ആന്തൂര്യം. അതൊക്കെ പറ, ഒരുപാട് പേര് ഇവിടെ ഉള്ളതാണ്. ഓക്കെ സാർ. അപ്പം നഷ്ടപ്പെട്ടിരിക്കുന്ന ആന്തൂര്യമാണ്, അതൊരു പൂവാണ്. താങ്കൾ പൂക്കച്ചവടക്കാരനാണ് അല്ലേ? ഞാൻ പറഞ്ഞു സാർ, ബഹുമാനപ്പെട്ട സാർ, ഞാൻ പറഞ്ഞു തരുന്നില്ല. ഞാൻ ഒരു പൂക്കച്ചവടക്കാരനായിരുന്നു. പക്ഷെ എന്റെ കച്ചവടം മൊത്തം പൊളിഞ്ഞ് ഇപ്പൊ ഞാൻ ദരിദ്രനാണ്. കേട്ടോ സാർ, ദരിദ്രനാണ് എന്ന് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, എനിക്ക് പറയാനുള്ള വാക്കുകൂടെ കേൾക്കണം. താങ്കൾ എന്റെ വാദിയായ, എന്റെ കക്ഷിയായ നമ്മുടെ പുഷ്പിതയുടെ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കൾ മോഷ്ടിച്ചു കൊണ്ടാണ് പൂക്കച്ചവടം നടത്തിയതെന്ന് ഞാനിവിടെ ഊന്നി പറയുന്നു. That is all your own. I object, Your Honor. വെറുതെ സാറേ, ചുമ്മാ പറയണം സാറേ, ചുമ്മാ പറയണം. സാർ കേൾക്കണം സാറേ. സാറേ, ഇവിടെ 6 മാസമായി കേസ് തുടങ്ങിയിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. തനിക്ക് പിന്നെ ഇതിനകത്തൊന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? ഉണ്ട് സാറേ. എങ്കിൽ താൻ തന്നെ ബാധിക്കുന്നതായിരിക്കും നല്ലത്. ആണോ? അതാണ് നല്ലത്. കാരണം അല്ലെ ഞാൻ തൂക്കുകയർ മേടിച്ചു തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാറേ, കോട്ട് തരുന്നില്ല സാറേ. കോട്ട് എന്തിനാണ് ബാധിക്കണ്ടേ? സാറ് പറഞ്ഞു ചുറ്റിയെടുത്ത് ഞാൻ അറിയും. ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കോട്ടിട്ട് ബാധിക്കുന്നത് LLB പാസ്സായവരാണ്. സ്വന്തമായിട്ട് ബാധിക്കുന്നവർ കോട്ടൊന്നും വേണ്ട, വായിച്ചാൽ മതി. സാറേ, ഞാൻ 6 മാസമായി സാറേ ഈ കേസിന്റെ പുറകെ ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. സാർ എന്റെ വീട്ടിൽ നോക്കണം. എന്റെ മോനുണ്ടല്ലോ, അവരൊരു നിക്കർ മേടിച്ചു കൊടുക്കാൻ പൈസ ഇല്ല. അവ ഇപ്പൊ നിക്കറിടാതെ വീട്ടിൽ നടക്കണത്. സാറൊന്നൊന്ന് കാണണം. ഞാനോ? നിന്റെ മോൻ നിക്കറിടാതിരിക്കുന്നത് ഞാൻ എന്തിനാ വന്ന് കാണുന്നത്? അല്ല, എന്റെ ഗതികേട് പറഞ്ഞാണ് സാറേ. ഓ, അങ്ങനെ. സാറേ, അങ്ങനെ ഒരു ജോലി ഇല്ലാതെ ഞാനിപ്പോ മറ്റേ തമ്പാര് റെയിൽവേ സ്റ്റേഷന് അടുത്തുള്ള പ്രഗ്നൻസി ഹോട്ടൽ ഉണ്ടല്ലോ, അവിടെ ജോലിക്ക് പോവുകയാണ്. പ്രസിഡൻസി. സാറേ, എങ്ങനെയും സാർ തന്നെ ഇതിലൊരു പൊല്യൂഷൻ ഉണ്ടാക്കി തരണം. പൊല്യൂഷനോ? പൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ സാറേ, ഇല്ലെങ്കിൽ ഞാൻ 6 മാസം എന്നെ പുറകെ കിടക്കണം സാറേ. എടാ, ഇത് പുക പരിശോധന കേന്ദ്രമല്ല, ഇത് കോടതിയാണ്. പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്താണ് ഇതിന് മറുപടി പറയുന്നത്? എന്താ ഉദ്ദേശിക്കുന്നത്? സൊല്യൂഷൻ. സൊല്യൂഷൻ അതുണ്ടാക്കാനാണല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ചെയ്തു തരാം. മര്യാദക്ക് നിങ്ങൾ ഇതൊന്ന് വാദിക്കുക. ഞാൻ പറയട്ടെ. അല്ല, എനിക്ക് ഞാൻ പിഴയാം കേട്ടോ. ഇല്ല, ഞാൻ മഹാപിഴയാണ്. നിനക്ക് പിഴയാനിട്ട് തരും. സാറേ, എന്റെ സുഹൃത്തും
സഹപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ബിജോയ് വെറുതെ ഇവിടെ കിടന്ന് നാടകം കളിക്കുകയാണ് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. കോടതിയുടെ സമയം കളയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു കേസ് ഉണ്ടാക്കി കളിക്കുകയാണ്. നമ്മള് പിന്നെ അങ്ങ് സാർ, എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. എനിക്ക് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ വിസ്തരിക്കണം എന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. വിസ്തരിക്കണം. പെർമിഷൻ എടുത്തിട്ടുണ്ടോ? പെർമിഷൻ സാറല്ലേ പെർമിഷൻ തരണ്ടേ? തന്നോ? അല്ല കുഴപ്പമില്ല. വിളിക്ക്. ഈ കേസിലെ മതി മതി, അയാൾ വിളിച്ചോളൂ. അവിടെ ടാ. പോ വിളിച്ചോളൂ. ഈ കൂട്ടി കയറണം. ഓക്കെ സാർ, വന്നല്ലോ. ഇദ്ദേഹത്തിനെ വിസ്തരിക്കാനുള്ള പേപ്പർ ഞാൻ സാറിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ട് സാർ. ഉറപ്പില്ല. 5000 രൂപ പിഴ അടച്ചിട്ട് പോയാൽ മതി. ഉറപ്പില്ല. കോടതിയെ കോലം കുത്തി നോക്കുകുത്തിയാക്കുകയാണ് ഇവിടെ പലരും കേട്ടോ. അപ്പൊ മൊത്തം 35,000 രൂപ ആയിട്ടുണ്ട് പിഴ. കോടതി പിരിയുന്നതിന് മുമ്പ് അത് അടച്ചിട്ട് പോയാൽ മതി. സാർ, ഞാൻ വിസ്തരിച്ചോട്ടെ? കിട്ടിയോ ഉണ്ടോ? എന്താ ഇയാള് താലപ്പൊലിക്ക് പോയത്? പൂക്കള് കിട്ടി. അയ്യോ, അത് അവിടെ കൊടുക്കണ്ടേ? ഓക്കെ സാർ, ഞാനൊന്ന് വിസ്തരിക്കുകയാണ് ഇദ്ദേഹത്തെ. മിസ്റ്റർ സുനി അല്ലേ? അതെ അതെ. എന്താണ് താങ്കളുടെ ജോലി? ഞാനൊരു കള്ളനാണ്. കണ്ടോ സാർ, പാവം ഒരു കള്ളനാണ് അദ്ദേഹം. എന്താണ് താങ്കൾ മോഷ്ടിക്കുന്നത്? അത് ഞാൻ രാത്രി 12 മണിയായി കഴിഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങും. തേങ്ങയാണ് എന്റെ ഹരം. തേങ്ങ മോഷ്ടിക്കുന്ന ഒരു പാവം തേങ്ങ കള്ളൻ. അതെ അതെ അതെ. താങ്കൾ എന്താണ് അന്നേ ദിവസം, ഈ സംഭവം നടന്ന ദിവസം രാത്രിയിൽ എന്താണ് കണ്ടത്? അന്നൊരു അമാവാസി ദിവസമായിരുന്നു. ഓക്കെ. വെളുത്തവായിരുന്നു. അങ്ങനെയായിരുന്നു? അതെ അതെ അതെ. ഓക്കെ. എന്നിട്ട് അപ്പൊ ഞാൻ തേങ്ങ മോഷ്ടിച്ചിട്ട് വരുമ്പോൾ പുള്ളി രവികുമാർ ഈ ചേച്ചിയെ പൂന്തോട്ടത്തിൽ കയറി. ഈ ചേച്ചിയെ പൂന്തോട്ടത്തിൽ ആന്തോറും നിൽക്കണ കാണണം. തേങ്ങ ഒലച്ച് കിടക്കുമ്പോൾ ആന്തോറും നിൽക്കണത് എന്താണെന്ന് തോന്നുന്നു. ഹലോ ഇനി ആ പേര് പറയണ്ട കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ളതാണ്. പൂന്ന് പറഞ്ഞാൽ മതി. പൂവിന്റെ പേര് പറയണ്ട. പൂവാണെന്ന് തോന്നുന്നു. പറിച്ചോണ്ട് ഓടുവാ. പൂ പറിച്ചോണ്ട് ഓടുന്നത് കണ്ടു? ഓടുന്ന ഞാൻ കണ്ടു. ഉറപ്പാണല്ലോ? ഞാൻ കണ്ടു. താങ്കൾ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അത് കണ്ടു എന്നുള്ളത് സത്യമാണ്? ഞാൻ കണ്ടു. പറയുന്നത് മുഴുവൻ കള്ളമാണ് സാർ. ഒരു കള്ളം പറയുന്നത് കോടതി വിശ്വസിക്കരുത് സാർ. സാർ, എനിക്ക് പറയാനുള്ളത് കേൾക്കണം സാർ. നമ്മുടെ തെളിവുകൾ, ഇത് സംഭവിച്ചു എന്നുള്ളതിനുള്ള തെളിവുകൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പച്ചയായിട്ട് ആന്തൂറിയം മോഷ്ടിക്കപ്പെട്ടു എന്നിവിടെ തെളിയിക്കപ്പെട്ടു. അത് മോഷ്ടിക്കപ്പെട്ടു എന്നതിനും ഇയാളാണ് മോഷ്ടിച്ചതെന്നും ഇയാളാണ് സാക്ഷി എന്നും ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. തൊണ്ടി മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. പറയൂ, ഇതെന്താണെന്ന് പറയൂ. ഇതെന്താ ഇത്? ആന്തൂറിയം. ഇതെന്തായത്? ഇത് എന്നതാണെന്ന് ഞാൻ ചോദിച്ചല്ലേ. ഇത് എന്നതായത്? ഈ കാണിച്ചിരിക്കുന്നത് എന്നതായത്? ഇടോ സാർ, ഇത് പൂവാണോ? ഇത് പൂവാണെന്ന് എനിക്കറിയാം. കോടതി വന്ന് കള്ളക്കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 5000 രൂപ വരാന്ന് പറഞ്ഞോ. എന്നിട്ട് 3000 രൂപ വന്നെ പറ്റിച്ചിരിക്കുവാ. ദൈവത്തിനാണ് സത്യം. ഞാൻ ഇങ്ങനെ 5000 രൂപ കൊടുത്ത അതിൽ 2000 രൂപ ഇതല്ലേ മോഷ്ടിച്ചത്? ഇതല്ലേ മോഷ്ടിച്ചത്? എന്തുവാണ്? അയ്യോ, കോടതി കാണുന്നത് ഇവിടെ കിടന്ന് നാടകം കളിക്കണം. കള്ളസാക്ഷിയെ കൊണ്ടുവന്നാണല്ലേ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട്? അല്ല, 25,000 രൂപ കള്ളസാക്ഷി പിഴ അടച്ചിട്ട് പോയാൽ ആവശ്യമോ? ഞാൻ 5000 കൊടുത്തത് 2000 രൂപ ഇസ്കിട്ട് 3000 അല്ലേ നിനക്ക് അന്നുള്ളത്? ഞാനൊന്ന് വാദിച്ചോട്ടെ? വാദിച്ചോ. സാർ, ഈ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന പ്രസ്തുത പൂവ്, ഈ പ്രസ്തുത പൂവോ? താൻ വേറൊരു പേരിലോ നേരത്തെ പറഞ്ഞത്? അത് സാറ് പറയണ്ടെന്ന് പറയില്ലേ, മറ്റേ അതിന് പകരം ഞാൻ പറഞ്ഞ പ്രസ്തുത പൂവെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രസ്തുത ഉപയോഗിച്ചു 2500 പിഴ. അയ്യോ. ഓക്കെ സാർ, ഈ കാണിച്ചിരിക്കുന്ന തെളിവായിട്ട് ഇവിടെ എത്തിച്ചിരിക്കുന്ന ഈ ആന്തൂറിയം പൂക്കൾ, സോറി, ഈ പൂ, ഇത് കേരളത്തിലുണ്ടായ പൂവല്ല. ഇത് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പൂവാണ്. അതിന് തെളിവായിട്ട് ഈ പൂക്കളിൽ കീടനാശിനിയുടെ അംശം ഫോറൻസിക് റിപ്പോർട്ടിൽ കിട്ടിയിട്ടുണ്ട്. ആ പേപ്പർ കൊടുത്തില്ലേ? ആ പേപ്പർ നോക്ക് സാറേ, ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ പൂക്കളിലെല്ലാം കീടനാശിനി ഉണ്ടെന്ന്. ഇനിയിപ്പോ ആർക്കെങ്കിലും കോടതിയിൽ സംശയം ഉണ്ടെങ്കിൽ മണത്തു നോക്കൂ. കീടനാശിനിയുടെ മണമില്ലേ? കീടനാശിനിയുടെ മണമുണ്ട്. എല്ലാവരും മണത്ത് നോക്കി. നല്ല കീടനാശിനിയുടെ മണമുണ്ട്. അല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടല്ലോ. ഉണ്ട്. അതിനകത്ത് കീടനാശിനിയുടെ അംശം ഉണ്ടെന്നുള്ളതിനകത്ത് റിപ്പോർട്ടുണ്ട്. ഞാൻ മണത്ത് നോക്കേണ്ട കേസുണ്ടോ? അല്ലല്ല, എല്ലാവരും മണത്തു, എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സാറൊന്ന് മണത്ത് നോക്കി കഴിഞ്ഞിട്ടെങ്കിൽ അത് ശരി. അല്ല, നിങ്ങളൊക്കെ അതാണ് ആന്തൂറിയം പൂക്കൾക്ക് പ്രത്യേകിച്ച് മണമൊന്നുമില്ല സാറേ. അല്ല, ഈ പൂവിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല സാറേ. ഈ പൂ മോഷ്ടിക്കാൻ പോയതാണ് ഈ വിഷയമായതല്ല. അതെ. സംഭവം നിങ്ങൾ ഇതിന് നല്ല ലാഭമുണ്ടോ? ഇത്
എന്റെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്നൈയിൽ ഞാൻ പോയായിരുന്നേ. അവിടെ ചെന്ന് ഈ പൂ എനിക്ക് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോ അവിടെ മൂടോടെ ഞാനിങ്ങനെ പിഴുതോണ്ട് വന്നതാ. എന്നിട്ട് ഞാൻ പലതരം ചെടികളുമായിട്ട് ക്രോസ് ചെയ്യിച്ച് ഞാൻ എന്തോരം ചെടികൾ വിറ്റിട്ടുണ്ടോന്ന് അറിയാവോ സാറേ? എന്നിട്ട് ഈ കള്ളൻ എന്നും വന്നിട്ട് എന്റെ ചെടിയെല്ലാം പറിച്ചോണ്ട് പോവാന്ന് സാറേ. കള്ളനല്ല സാർ, എന്നെ വിശ്വസിക്കണം സാർ. ഇതിന് പൊല്യൂഷൻ കണ്ടുപിടിക്കണം സാർ. സാറ് മണക്കട്ടെ, അപ്പൊ കേസ് തെളിയുമല്ലോ. തെളിവല്ലോ. തെളിവല്ലോ. അവിടെ നിൽക്കാം ഒരു കാര്യം ഞാൻ പറയട്ടെ. അതാരാ അത്? ഞാൻ തന്നെ പറയൂ സാർ. ഇതിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. അല്ല സാറേ, ഇതിന്റെ നടുക്കിരുന്ന ആ സാധനം എന്ത്? അതിന് നടക്കുന്ന സാധനം അതിനകത്തില്ലേ? ഇല്ല, ഒരു ഞെട്ട് പോലെ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു, ഞാനും കണ്ടതായിരുന്നു. അത് നെട്ട് പോലെ ഒരു സാധനം അതിനകത്തുണ്ടായിരുന്നു. അയ്യോ, എന്താ ആ സാധനം സാറിന്റെ മൂക്കിനകത്തിരിക്കുന്നു. സാറിന്റെ മൂക്കിലിരിക്കുന്നു. ശരിയാണല്ലോ, ശരിയാണല്ലോ. സാറേ പുറത്തേക്കെടുക്ക്. മൂക്ക് ചീറ്റ് സാറേ, മൂക്ക് ചീറ്റ്. എടുത്ത് കുത്ത്. അയ്യോ, അത് അപകടമാണ്, അപകടമാണ്, അത് അപകടമാണ്. സാറേ, ഈ കേസിന്റെ വിധി എങ്ങനെയാ? കേസിന്റെ വിധിയോ? കേസിന്റെ തുമ്പ് എന്റെ മൂക്കിനകത്തിരിക്കല്ലേ. എന്റെ മൂക്കിൽ നീ തുമ്പ് വെളിയിൽ ഇറക്കിയിട്ട് ഈ കേസിന്റെ വിധി പറയാം. അതുവരെ കോടതി അനിശ്ചിത കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുന്നു. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ് ഡിയർ വ്യൂവേഴ്സ്. അപ്പം നമ്മുടെ ടീം രോമാഞ്ചം എത്തിയിരിക്കുകയാണ് നമ്മളോടൊപ്പം ഇന്ന് പെർഫോം ചെയ്യാൻ വേണ്ടി. വെൽക്കം വെൽക്കം വെൽക്കം. പൊളിക്കാൻ റെഡി ആണോ? ശരി, അപ്പൊ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇത് കറക്കാൻ കിട്ടുന്ന എമൗണ്ട് നമുക്ക് ആദ്യം അവിടെ ക്രെഡിറ്റ് ആകും. ശരി, ആരാണ് കറക്കാൻ പോകുന്നത്? ശംഭു ആണ്. അല്ല, ശംഭു കറക്കും. അപ്പൊ ഈ കറക്കുന്നതിനെ നമുക്ക് മുണ്ട് വിഷയമാണോ? ഇല്ല, എന്നെ കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അപ്പൊ ശംഭു, നീ കറക്കിക്കോ. 10,000 എത്തുമ്പോ പിടിച്ചു വെച്ചോളണം. 10,000 എത്തുമ്പോ പിടിച്ചോളണം. ഹലോ ഹലോ, എങ്ങനെ മനസ്സിലായില്ല? അല്ല, ഞാൻ ചോദിച്ചില്ലേ കറക്കുമ്പോ മുണ്ട് വിഷയമാണോ? അങ്ങനെ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ അങ്ങനെ വെച്ചത്തില്ല. അങ്ങനെ മാസ്ക് ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെ അത് ശരിയാവുന്നേ? എന്റെ മാനവും പോയി മുണ്ട് കഴിച്ചു. ഇപ്പൊ എന്തോ പറയണത്? അല്ല, അങ്ങനെ 10,000 പിടിച്ചു നിർത്താന്ന് പറഞ്ഞാൽ അതെങ്ങനെ എളുപ്പമല്ലേ? അതൊന്നുമല്ല, ഇത്ര ഷോ കാണിച്ചല്ലേ. ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ നിക്ക്. പിടിച്ചെടുത്തൊക്കെ ഞാൻ നോക്കാം. ചെമ്പണ്ണ കറക്കിക്കോ, കറങ്ങിട്ട് തിരിഞ്ഞു നിക്കണം. ഓക്കെ? ആർക്കും കാണാൻ പറ്റുന്നില്ലല്ലോ? കറക്കിക്കോ, തിരിഞ്ഞേക്ക് തിരിഞ്ഞേക്ക് തിരിഞ്ഞേക്ക്. നോക്കട്ടെ, ഇത്രയൊക്കെ ഷോ കാണിച്ചല്ലേ. 10,000. ഐ ആം വെരി സോറി, വെരി സോറി, വെരി സോറി. ഇതെങ്ങനെ പൊളിച്ചു. മാജിക് ഷോ ആയിരുന്നു ഇവിടെ കണ്ടെന്നുള്ളത്. പൊളിച്ചു. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. 10,000 തന്നെ കറക്റ്റ് വീടിരിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഹലോ ഹലോ. അമ്മച്ചി കണ്ടമ്മ, അമ്മ പറഞ്ഞ കണക്കൊന്നുമല്ല. അമ്മയല്ലേ പറഞ്ഞ 2 വർഷമായിട്ട് അണ്ണൻ സെല്ലി കിടക്കണെന്ന്. ചുമ്മാ അമ്മ പന പോലെ അവിടെ നിൽക്കുകയാണ്. ശരിയമ്മ, ഞാൻ വിളിക്കാം. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞ കേട്ട് നമ്മളതിൽ തുള്ള നിൽക്കല്ലേ അമ്മ. ഇമ്മയുടെ ഒരു കാര്യം. സെൽവേണ്ണ, സെൽവേണ്ണ. സെൽവേണ്ണ, പുലിയെ പോലെ നാട്ടിൽ കറങ്ങണമെന്ന് ഞാൻ ഇപ്പം കിളിയെ പോലെ കൂട്ടിനകത്ത് കിടക്കണം. അറിയാവോ? സുഖണ്ണനല്ലടാ, സെൽവണ്ണൻ. ഫ്രഷ് കോമഡി സ്റ്റിക്കർ പോലും പൊട്ടിച്ചിട്ടില്ല. നീ വന്നത് ഏതായാലും നന്നായി. വന്നാണ്. എടാ, നമ്മള് ബാങ്കിൽ നിന്ന് കൊള്ളടിച്ച പൈസ എന്ത് ചെയ്ത്? വീട്ടിൽ സേഫ് ആണല്ലോ. നമ്മള് പള്ളിയിൽ നിന്ന് മോട്ടിച്ച പൊന്നും കുറിച്ച് എന്ത് ചെയ്ത്? പൊന്നും കുരിച്ച് ഞാൻ കയ്യിലെന്തോന്നു? അണ്ണ അത് ഞാൻ പൊന്നും കുറിച്ച് കൊണ്ട് ഓടി വരുന്ന വഴിയേ കാലിൽ പൊട്ടക്കല്ലിൽ തട്ടി പൊട്ടക്കലിട്ട് വീണെന്നാ പിടിച്ചു കയറിയത് ഏതോ ഒരു മുല്ലുമുറു. അണ്ണാ, സംഭവം പൊന്നും കുറിച്ച് കിടക്കുന്ന സ്ഥലം എനിക്ക് ഓർമ്മ വന്നു. ഭവാനിയുടെ പൊട്ടക്കിരട്ടില്ലേ? അടിപൊളി. പോക്കറ്റ് എത്ര രൂപ ഉണ്ട്? 150 രൂപ. പോണ വഴിക്ക് ഏതെങ്കിലും അമ്പലത്തിൽ കയറി സിനിമാ നടൻ ദിലീപിന് ഒരു അർച്ചന നടത്തണം. എന്തിനാ? മീശമാതാവിന്റെ ഡയലോഗ് പറഞ്ഞപ്പോഴല്ലേ പൊന്നും കുറിച്ച് എവിടെ നമ്മൾ അറിഞ്ഞത്. പിന്നെ വേറൊരു കേസ്. നമ്മളെ മറ്റേ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ച സ്വർണ്ണ മൊന്ത, അത് ഞാൻ നമ്മുടെ തെക്കേലെ വരിക്കപ്ലാവിന്റെ മുകളിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് നീ പോയി എടുക്കണം. എടുത്തിട്ട് എന്റെ മോന്റെ കൈ കൊടുക്കണം. എന്നിട്ട് അവനോട് പറയണം, അവന്റെ അച്ഛൻ കള്ളനല്ല, കള്ളനല്ല, കള്ളനല്ല. അത് നടക്കത്തില്ലെണ്ണ. അതെന്താ? നിങ്ങൾ അവന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോ അവൻ വിശ്വസിക്കും. നിങ്ങൾ കള്ളനല്ല എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കത്തില്ലെണ്ണ. അയ്യോ, പിന്നെ നിങ്ങൾ ഈ മൊന്തയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ കുടിച്ചിട്ട രാവിലെ അത് ചക്ക പഴുത്തെണ്ണ. വരിക്കച്ചക്ക എന്തൊരു മധുരമായിരുന്നറിയോ? ഒരു ചോള
ഒരു ചുള ഈ ഗുരുവിനെ നീ കൊണ്ടുവന്നാടാ. എന്റെ സെൽവേടനെ കാണാൻ വരുമ്പോ ഞാൻ ഒന്നും കൊണ്ടുവരാതെ അണ്ണന്ന് വാർന്നാണ് തിന്നോണ്ണ കടിച്ചിന്നോണ്ണ കിട്ടില്ല. കടിച്ച് തിന്നണ്ണ. അകത്തൊരു പിച്ചാത്തി എടുത്തോണ്ട് വന്നാണ്. പിച്ചാത്തി എടുത്തോണ്ട് വരാ. എന്റെ അമ്മാവിന്റെ അടുക്കളയല്ല, ഇത് ജയിലാണ്. പിച്ചാത്തി എടുത്തോണ്ട് വന്നാൽ രണ്ട് തുണ്ടായിട്ട് ഞാൻ വെട്ടിച്ച് രണ്ട് ചുള അങ്ങോട്ട് എറിഞ്ഞു തരാം. നീ ഇങ്ങോട്ട് എറിയുമ്പോൾ ചാടി പിടിക്കാൻ ഞാൻ കുരങ്ങനല്ല. അയ്യോ സെല്ല് മാറിപ്പോയി. ഞാൻ വന്നത് കൊരങ്ങന്റെ സെല്ലിലായി. നമ്മുടെ സെൽവണ്ണ ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ, ഇങ്ങ് വന്നോ. നീ എന്നെ കൂടുതൽ ടാറ്റല്ലേ കേട്ടാ. നീ കണ്ടാ ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇവിടെ നിന്ന് എനിക്ക് പുറത്ത് ചാടാ എന്തെങ്കിലും ഒരു കാര്യം നീ ചിന്തിക്ക്. അങ്ങനെ ചിന്തിക്ക്. ആരിന്തിച്ച് പിന്നെ നീ ഇങ്ങനെ ആക്കി ചിന്തിച്ചത് രാവിലെ ഒരു തലവേദനയാണ്. എന്റെ തല കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോഴേ എനിക്ക് എങ്ങനെ ഇവിടെ പുറത്തിറങ്ങണമെന്ന്. ഞാൻ വെറുതെ വന്നതല്ല. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപയോഗം കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. ഒരു സ്ഥലം കേക്കോ? നീ പറ അണ്ണ. ഈ വരുന്ന ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. അയ്യോ ഇവിടെ പറയാതെ എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഇവിടെ എന്തായാലും കലാപരിപാടികളൊക്കെ നടക്കും. മന്ത്രിമാരൊക്കെ വരും. എല്ലാവരുടെയും ശ്രദ്ധ മന്ത്രിയുടെ അടുത്തോട്ടായിരിക്കും. നിങ്ങൾ പതുക്കെ സെല്ലിന്ന് വെളിയിലോട്ട് ഇറങ്ങി ഒരു തുണി എടുത്ത് മുഖത്തങ്ങ് പൊത്തി പ്രതികൾ ആരും കാണാതെ പമ്മി മന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് നെഞ്ചു വിരിച്ചിങ്ങനെ നിക്കണം. എന്നിട്ട് പറയണം, വീട്ടിൽ കുടുംബത്തിൽ എല്ലാരും പട്ടിണിയാണ്, എന്നെ എങ്ങനെയും പുറത്താക്ക്. എന്തെങ്കിലും വേറെ നമ്പറൊന്നും ഇല്ലെന്നാ. നീ പോവാൻ നോക്ക്. നിങ്ങൾ എന്തിനാണ് ഇവിടെ കിടന്ന് തുള്ളണത്? പരോള് കിട്ടിയില്ലേ? പൊക്കിയൂടെ? പരോളിന്റെ കാര്യം മാത്രം നീ പറയല്ലേ. കഴിഞ്ഞ ആഴ്ച പരോള് കിട്ടി. ഞാൻ എന്റെ വീട്ടില് പാതിരാത്രിയായി ചെന്നപ്പോഴത്തേക്ക് എന്റെ വീട്ടിന്റെ വാതില് മുട്ടിയപ്പം ആരോന്ത എനിക്ക് അറിഞ്ഞൂടാ. കക്ഷത്തെടുത്ത ഒരു പൊതിയും വെച്ചെന്റെ കഥവ് തുറന്നിട്ട് എന്നോട് ചോദിക്കാണ്, നീ ആരാണ്, നിനക്ക് എന്തൊരു വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഭാര്യയെ കാണണമെന്ന്. അപ്പൊ എന്റെ ഭാര്യ വന്നിട്ട് പറയാണ്, എന്നെ അവക്ക് അറിഞ്ഞൂടെന്ന്. അതോടെ തീർന്നു ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം. അത് വിട. നേരെ വന്ന് ഈ സെല്ലിൽ കയറി ഇല്ലിരിക്കണ സൂപ്രണ്ട് സാറല്ലേ, അതേ അന്നിട്ട പേരാണ് പരോള് സെൽവൻ. അത് കളയണ്ട. നമ്മളില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യണ? ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം. അടുത്ത ആഴ്ച ഒരു 2 ആഴ്ചക്കകം നല്ലൊരു വക്കീലിനെ കണ്ട് ജാമ്യം എടുക്കണം. ജാമ്യം എടുത്തിട്ട് അണ്ണൻ നിന്നെ പുറത്തിറക്കും. നീ ധൈര്യമായിട്ട് ബൈ. അയ്യോ അണ്ണൻ തെറ്റിപ്പോയി. ഞാൻ പുറത്തണ്ണ അകത്താ. അയ്യോ ആ ഫ്ലോയിൽ അങ്ങ് വന്നു വേണം. പക്ഷെ സംഭവം എന്താണെന്നറിയോ? ജയിലിൽ നിന്ന് ഇറങ്ങേണ്ട ആഗ്രഹം കൊണ്ട് ചോദിക്കുക, എന്നെ എങ്ങനെയെങ്കിലും ഈ സെല്ലിൽ നിന്ന് പുറത്തിറക്കാവോ? അങ്കണവാടിയിലെ പിള്ളേരുടെ ഉപ്പുമാവ് കട്ട് തിന്നെ പാരേക്കണമായിരുന്നു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയാണ്. ശരി സോമൻ സാറേ. അണ്ണ ഇവിടെ അകത്ത് കിടക്കണോണ്ട് എന്റെ കാര്യങ്ങളൊന്നും നടക്കണില്ല. എനിക്ക് മനസ്സിലായടാ. ആകെപ്പാടെ ബുദ്ധിമുട്ടാണ്. എനിക്കറിയാം. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. എനിക്കറിയാം. അണ്ണ ഞാൻ നേരെ ബോംബെയിലോട്ടൊന്ന് വെച്ച് പിടിച്ചാലേ. വെരി ഗുഡ്. അവിടെ ഇടയ്ക്ക് ധാരാവി ചെന്ന് അവിടെ ഉള്ള ആൾക്കാരുടെ കൂടി കൊള്ള സംഘമൊക്കെ പഠിക്കാം. മിടുക്കൻ. ഇവിടെ എല്ലാം പോയി പൈസ ഉണ്ടാക്കിയിട്ടേ അവസാനം ഞാൻ റെഡ് സീറ്റിൽ കയറി ഒരു കറക്കം. എവിടെ? റെഡ് സ്ട്രീറ്റ്. എന്തെന്നാ ക്രിക്കറ്റ് കളിയിൽ നിന്ന് വിരമിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ബാറ്റും തൂക്കി നടക്കുമ്പോൾ 1.5 വർഷം കൊണ്ട് ഞാൻ ഇതിനകത്തൂടെ നടക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കൂടെ നീ ബോൾ അറിയാൻ നോക്കല്ലേ. നെറ്റിക്കാൻ തോറ്റിയെണ്ണ. അതൊന്നും പറയണ്ടേ. എനിക്ക് ഒരു അബദ്ധം. ഞാനിങ്ങനെ വിശന്ന് ജയിലിലിരുന്നപ്പോ ഒരു പ്ലേറ്റും കൊണ്ടുവരുന്നു. ഞാൻ വിചാരിച്ചു ജയിലിലെ ചപ്പാത്തി എന്ന്. ഞാൻ വിളിച്ചു ചോദിച്ചു, അളിയാ ഒരെണ്ണം എനിക്കൂടെ എറിയാൻ പറഞ്ഞു. ഒരൊറ്റ ഏറി 7 തയ്യല്. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാൻ എന്റെ ഒരു കട്ടപ്പാര കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെയും തുറന്ന് രക്ഷപ്പെടും. അതിനൊന്നും പരിപാടിയില്ലണ്ണ. നല്ല നടപ്പ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ ഈ 2 കാല് നിറയെ ആണയും വെച്ചോണ്ടോളാം. ഞാൻ എങ്ങനെയാ നല്ല നടപ്പ് നടക്കണത്? മണ്ടനല്ലേ നിങ്ങളെ കാലിൽ ആണിയിരിക്കല്ലേ? അവർക്ക് തുരന്നങ്ങ് ഇറങ്ങിക്കൂടെ? നീ ഇപ്പുറത്തോട്ട് വന്നാണ്. എന്തുണ്ടാ എന്റെ വിഞ്ഞ പത്തി കൊണ്ട് പാടാ. അന്തളം നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചാ? ഇങ്ങനെ നേരത്തെ കുത്തുമ്പോ എന്റെ വിരൽ ഇതിന്റെ ഇടയ്ക്കാരി ഓടിയണം നിനക്ക് കാണാൻ വേണ്ടിയല്ലേ. ആ ബാങ്കിൽ നിന്ന് മുടിച്ച പൈസ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇടാ അണ്ണൻ വെളിയിൽ ഇറങ്ങിയിട്ട് അണ്ണനും നിനക്കും 50-50. സമയടാ. നിർത്തടാ. മതി സംസാരമൊക്കെ മതി. നിർത്താൻ പറഞ്ഞു. ഇറങ്ങി പോടാ. നീ പോണാ? ഓ എന്റെ കഴിച്ചിട്ട് അല്ലോ നിർത്താൻ പറഞ്ഞു. ഞാൻ എനിക്കൊന്നും പറയണ്ടേ. 5 മിനിറ്റ് സമയമുള്ളൂ പറഞ്ഞു. എന്നാ പിന്നെ ഞാനും വരാം. കളിക്കാൻ പോണു. നീ ഇവിടെ അല്ലേ നമ്മൾ നിൽക്കേണ്ടത്. മറ്റു സംഭവം ഇട്ടില്ല. കോമഡി ചളിച്ചില്ലെങ്കിൽ ഇടുന്നൊരു മ്യൂസിക് ഉണ്ടല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട്. സൂപ്പറല്ലേ സാറേ? വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ സ്കിറ്റ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കമന്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. മാസ്റ്റേഴ്സ് ആൻഡ് നദിക. പ്രസാദ്, ശംഭു നല്ല ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. അത് ഇനി ഞാനായിട്ട് പറഞ്ഞ് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷെ തമാശകൾ ഉണ്ടായിരുന്നോ? എന്താ കാര്യം അറിയാം, നമ്മൾ കുറച്ച് ടൈറ്റ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ കാലങ്ങളിൽ വരുന്ന സമയത്ത് മറ്റേ ഈ ചില പരസ്യങ്ങൾ പോലെയാണ്. ആദ്യ കാലങ്ങളിൽ നമ്മൾ വളരെ ലൂസായിട്ട് വിടും. എല്ലാവരും
ഇതിനകത്ത് ആകർഷിച്ച് വന്ന് നിങ്ങളെ വിഷമിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് കുറെ കഴിയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ടീം അവിടുന്ന് ഇവിടുന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സിന് അതായത് എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കൗണ്ടറുകൾ മാത്രമല്ലെങ്കിൽ നമ്മൾ അടിക്കുന്നതിൽ ഇവരെല്ലാത്തിനും ഇങ്ങനെ കൊടുക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ധാരണ തന്നെ വരും. മത്സരം മുറുകണമല്ലോ, മത്സരം മുറുകണമെന്ന് മത്സരം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിന്റെ പേരിൽ അതിൻ്റെതായ ചെറിയ വേരിയേഷൻസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നിങ്ങളുടെ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന നിങ്ങളുടെ കരിയറിനെ ഒരിക്കലും ബാധിക്കില്ല. ഞാൻ ഇപ്പോഴും പറയാണ്, ഇതിനകത്ത് വരുന്ന എമൗണ്ട് കണ്ടിട്ട് ഒരിക്കലും ഈ ആർട്ടിസ്റ്റുകളെ നമ്മൾ ജഡ്ജ് ചെയ്യരുത്. കാരണം നിങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ കൗണ്ടർ മണി എന്ന് പറയുന്ന ഒരു സാധന സെഗ്മെന്റ് ഉള്ളതിന്റെ പേരിൽ മാത്രമാണ്. ഈ കൗണ്ടർ മണി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 100% മാർക്കാ. ഒരു നല്ല സ്കിറ്റ് കളിച്ചു എന്ന് പറയുന്നതാണെങ്കിൽ 100% മാർക്കാ. കൗണ്ടർ മണിക്കാണ് പ്രശ്നം. അപ്പൊ നമുക്ക് പക്രുചേട്ടൻ ഇനി എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാം. പക്രുചേട്ടാ, ശംഭുവും പ്രസാദവും വരുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മളൊന്ന് മറന്നു. ഒരു ഉന്മേഷമൊക്കെ കിട്ടി. ഈ പറഞ്ഞ പോലെ തന്നെ കറക്കി 10,000 എന്ന് പറഞ്ഞപ്പോൾ ആഹാ എന്നുള്ളല്ല, ഇത് ഇന്ന് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മൈൻഡ് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു. ചിരിക്കാൻ വേണ്ടി തന്നെ റെഡിയായിരിക്കുകയായിരുന്നു, ആടിക്കാനും. പക്ഷെ എപ്പോഴത്തെയോ ഒരു ചെറിയ ഒരു പാളിച്ച ഉണ്ടായി. നിങ്ങൾ ഇതുവരെ കളിച്ചൊരു കളിയല്ല കളിച്ചത്. നിങ്ങൾ സാധാരണ എല്ലാ തവണയും വരുമ്പോൾ ഫാസ്റ്റായിട്ടാണ് കളിക്കുന്നത്. ഇത് കുറച്ചൊന്ന് നിങ്ങളൊന്ന് ഇഴച്ചിട്ടാണ് കളിച്ചിരിക്കുന്നത്. ഇതിനകത്ത് കൗണ്ടർ ഉണ്ടായിരുന്നു, കൗണ്ടർ ഇല്ലെന്നൊന്നും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കൗണ്ടർ. പക്ഷേ കൗണ്ടറുകളുടെ ആ ഒരു ടൈം ലാപ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരെണ്ണം പറഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം ചില സാധനങ്ങൾ കൗണ്ടർ അല്ല, അത് പോട്ടെ എന്ന് തന്നെ പറഞ്ഞ് ആ ടൈം നിങ്ങൾ വിടുമ്പോൾ നിങ്ങൾ നല്ലൊരു സാധനം അടിച്ചതിൻ്റെ ആ ഒരു മണി കൂടിയാണ് താഴേക്ക് വരുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതേ പ്രോബ്ലം നിങ്ങളെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇതിനകത്ത് സംഭവിച്ചത്. ഈ എപ്പിസോഡ് കാണുമ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. പക്ഷെ പ്ലേ ഉഗ്രനായിരുന്നു. പ്രത്യേകിച്ച് ആ ജയിലിൽ നിന്ന് പ്രസാദ് തിരിഞ്ഞ് വന്നതിന് ശേഷം ഭയങ്കര വില്ലനായിട്ട് വന്നിരുന്ന് കരയുന്നതും ആ സംഭവം ചക്ക കൊണ്ടുവരുന്നതും അതിൻ്റെ തമാശകളും കാര്യങ്ങളും എല്ലാം മനോഹരമായിരുന്നു. പക്ഷെ ഒരു കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് ടക്കെ നിങ്ങൾ കളിച്ചിരുന്നെങ്കിൽ റിസൾട്ട് ഇതാവില്ലായിരുന്നു. കുറച്ചും കൂടി കയറും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇത് നിർദ്ദേശമാണ്. ഓക്കെ, താങ്ക് യു. യെസ്, ബിബിൻ ചേട്ടാ, ഇവര് പറഞ്ഞത് കൂടുതൽ എനിക്കും പ്രത്യേകിച്ച് പറയാനില്ല. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കൗണ്ടറും ടക്ക് 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 നമ്മൾ സ്പീഡിൽ പറയുകയും ഇവിടെ ചിരിക്കുകയും അവിടെ മണി അതിൻ്റെ പൈസ കൂടുകയും ചെയ്യാനുള്ള പതിവ്. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഇപ്പോൾ രാജമാണിക്യത്തിലെ ആ സാധനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എടുത്ത സമയം കൂടുതലായിരുന്നു. അതേപോലെ ലാലേട്ടൻ്റെ മറ്റേ സോമനും കൂടി ചെയ്യാനുള്ള സമയം കൂടുതലായിരുന്നു. അത്രയും കഴിഞ്ഞ് വരുമ്പോഴേക്കും അടുത്ത കൗണ്ടർ ആദ്യം പറഞ്ഞതിൻ്റെ ഈ മാർക്കങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യും. ഒരു ചെറിയ വലിച്ചിൽ അവിടെ വരികയും ചെയ്തു. അതാണ് കൃത്യമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ പറ്റിയത്. എന്തായാലും അടുത്ത തവണ ഗംഭീരമായിട്ട് വരിക. രണ്ടുപേരും പെർഫോമൻസിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയാനില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല ആർട്ടിസ്റ്റുകളാണ്, ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അടുത്ത തവണ ഒരുക്കുക, അത് തന്നെ. ശരി, അപ്പൊ എന്തായാലും പോടെ, നമുക്ക് എത്ര കിട്ടിയേക്കണേ നമുക്കൊന്ന് നോക്കിയാലോ. നോക്കണ്ടേ? മുണ്ട് പറിക്കണോ? ഉറപ്പാണോ? മുണ്ടൊന്ന് പറഞ്ഞ ആയിപ്പോയി കേൾക്കുന്നത്. ശരി, നമുക്ക് എന്തായാലും നോക്കാം. യെസ്, നോക്കിക്കോ. 18,000 ആണ്. അറിയാം നിങ്ങൾക്ക് ചെറിയൊരു ഡിസപ്പോയിന്റിങ്, ചെറുതല്ല, അത്യാവശ്യം ഉണ്ട്. പക്ഷെ എന്നാലും സാരമില്ല, ദിസ് ക്യാൻ ഹാപ്പൻ. അപ്പൊ എന്തായാലും 18,000 റുപ്പീസ് എന്ന് പറയുന്നത് നിസ്സാര എമൗണ്ട് അല്ല. നമുക്കത് കയ്യിൽ വേണ്ടേ? എന്നിട്ട് വേണം നമുക്ക് അടുത്ത തവണ അടിപൊളിയായിട്ട് വരാൻ വേണ്ടി. അപ്പൊ എന്തായാലും പൈസയും കൊണ്ട് വരുന്ന ആ വ്യക്തി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം അവസാനിപ്പിച്ചു. എന്റെ തീപ്പൊരിയിൽ വെള്ളം ഒഴിച്ച് അണച്ചിട്ടാണ് ഞാൻ ഇപ്പൊ വന്നേക്കുന്നത്. തീപ്പൊരിയിൽ വെള്ളം ഒഴിച്ചിട്ട് വരാൻ എവിടെയോ കണ്ടുപരിചയമുണ്ട് എനിക്ക്. ആരാ? എന്റെ തീപ്പൊരി പത്രം അത് മതിയാക്കി. മനസ്സിലായി. പക്ഷെ ഞാൻ എന്റെ എഴുത്ത് വിട്ടിട്ടില്ല. ഞാൻ അടുത്ത ക്യാപ്ഷൻ റൈറ്റിംഗിലേക്ക് കടന്നു. അതിനാണ് ഇപ്പൊ വാല്യൂ. ഇപ്പൊ തന്നെ ഞാൻ അടുത്ത ആഴ്ച വിടുന്ന ഒരു ക്യാപ്ഷൻ പറയാം. എന്തിലാണ് ക്യാപ്ഷൻ? ഓൺലൈനിലാണോ? ഓൺലൈൻ ക്യാപ്ഷൻ. താങ്കളുടെ പേരെന്താണ്? സെൽവൻ. യഥാർത്ഥ പേര് പറ. പ്രസാദ്. കോമഡി മാസ്റ്റേഴ്സിൽ പ്രസാദ് എലീനോട് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിന് പുള്ളിക്കാരൻ എന്താ പറഞ്ഞേ? ഞെട്ടിയോ? ഇതാണ്. ഇനി ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞെട്ടും. കോമഡി മാസ്റ്റേഴ്സിൽ പ്രസാദ് എലീനയോട് പറഞ്ഞു, ഗുഡ് ബൈ എലീന, അടുത്ത ഷെഡ്യൂളിൽ കാണാം. ലൈക്കും കമന്റും ഷെയറും ഒക്കെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ മലയാളത്തിൽ ക്യാപ്ഷൻ എഴുതിയിട്ട് കാര്യമില്ല, ഹിന്ദിയിൽ പോണം. അവിടെ എഴുതിയാൽ നമ്മൾ രക്ഷപ്പെടും. ജീവൻ രക്ഷപ്പെടും. ഹിന്ദിക്കാർ അവിടെ നിന്ന് വണ്ടി വിളിച്ച് ഇവിടെ വരാനേ ഒരുപാട് സമയം എടുക്കൂലേ? ആ സമയം കൊണ്ട് നമുക്ക് മുങ്ങ.
ഇവിടെ ആണെങ്കിൽ അടിസടന ഉറപ്പാ. അതെങ്ങനെയാ? അതുകൊണ്ട് നിർത്തി ഇപ്പൊ അതിലാണ് കോൺസെൻട്രേഷൻ. എനിവേ കൺഗ്രാറ്റ്സ്. നിങ്ങളുടെ 18,000 rupees ഇതാ. മേടിച്ചോളൂ. അപ്പോ ഞാൻ എന്റെ ക്യാപ്ഷനായിട്ട് അങ്ങോട്ട്. ആ പിന്നെ ഇതിനു മുമ്പ് ഒരിക്കൽ ജേർണലിസ്റ്റ് ആയിട്ട് വന്നാന്നുള്ള എനിക്ക് അങ്ങ് ആദ്യം മനസ്സിലായില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. മനസ്സിലായി. വിട്ടോ വിട്ടോ. ആ 100 പൊക്കോ. അയ്യോ തലവേദന ഒഴിവായി കിട്ടി. അപ്പോഴേ കാര്യങ്ങളൊക്കെ സാരമില്ല. നമുക്ക് നല്ല രീതിയിൽ തിരിച്ച് കളിച്ചൊരു ബായി ഒക്കെ പറഞ്ഞ അടുത്ത ദിവസം ഒക്കെ പൊളിക്കാന്ന്. ചപ്പള്ള റെഡി? ഓക്കെ അപ്പൊ മാസ്റ്റേഴ്സ് നമുക്ക് പ്രോഗ്രാം അതിന്റെ അടുത്ത ദിവസം നമ്മൾ തിരിച്ചു വരും. ബൈ ഗൈസ്. ബൈ ബൈ. Hi, good night. ബൈ.